കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അരുന്ധതി BS. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിന് കീഴിലുള്ള വിവിധ ഫാമുകളിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക്. മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ഏകദിന പരിശീലനം. കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിന് കീഴിലുള്ള പടന്നക്കാട് നീലേശ്വരം കരുവാച്ചേരി ഫാമുകളിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങിൻ തൈകളായ കേരസങ്കര, കേരഗംഗ, കേരശ്രീ എന്നിവയും നാടൻ തെങ്ങിൻ തൈകളും മോഹിന്ദഗർ, മംഗള, സുമംഗള എന്നീ കൗങ്ങിൻ തൈകളും ലഭ്യമാണ്. വില: തെങ്ങ് നാടൻ 120, സങ്കര ഇനം 325, കൗങ്ങ് 35. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 10 മുതൽ 4 വരെ തൈകൾ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467 2280 3558, കരുവാച്ചേരി 0467 2281 966 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അലങ്കാര മത്സ്യകൃഷി എന്ന വിഷയത്തിൽ ഈ മാസം 31-ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 0487 2370 773 എന്ന ഫോൺ നമ്പറിൽ ജൂലൈ 28-ന് മുമ്പ് ബന്ധപ്പെടുക. റബ്ബർ കർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന റബ്ബർ ഉൽപാദന പ്രോത്സാഹന പദ്ധതിയുടെ 10ാം ഘട്ടം ആരംഭിച്ചു. കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് RSS കിലോഗ്രാമിന് കുറഞ്ഞത് 180 രൂപ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി. നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളാകാത്ത കർഷകർക്ക് നവംബർ 30 വരെ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. ഇതിനായി നിശ്ചിത ഫോറത്തിൽ അടുത്തുള്ള റബ്ബർ ഉൽപാദക സംഘത്തിൽ അപേക്ഷ നൽകുക. അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ ഫോട്ടോ, ടാപ്പ് ചെയ്യുന്ന റബ്ബർ നിൽക്കുന്ന സ്ഥലത്തിന്റെ തന്നാണ്ട് കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും കോപ്പി എന്നിവ ഹാജരാക്കണം. എല്ലാ ഗുണഭോക്താക്കളും 2024-25 വർഷത്തെ ഭൂനികുതി അടച്ച രസീത് സമർപ്പിച്ച് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. ധനസഹായത്തിനായി സമർപ്പിക്കേണ്ട സെയിൽസ് ഇൻവോയ്സുകൾ അഥവാ ബില്ലുകൾ സാധുവായ ലൈസൻസുള്ള ഒരു ഡീലറിൽ നിന്നുള്ളതായിരിക്കണം. ഡീലർമാർ നിയമപരമായുള്ള റിട്ടേണുകൾ സമർപ്പിക്കുന്നവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡുമായി ബന്ധപ്പെടുക. മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ. അരുമകളുടെ വർദ്ധിച്ച ഈർപ്പം, നനവ്, പരാദങ്ങളുടെയും അണുബാധകളുടെയും വ്യാപനം എന്നിവ മൂലം മൺസൂൺ കാലത്ത് നായ്ക്കൾക്കും പൂച്ചകൾക്കും പലതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചർമ്മ അണുബാധ, ചെവിയിലെ അണുബാധ, ബാഹ്യ പരാദശല്യം, എലിപ്പനി എന്നീ രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ മൃഗങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാലികമായി എടുക്കുകയും പതിവ് പരിശോധനകൾ നടത്തുകയും ചെയ്യുക. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.